വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഈ വീഡിയോ പഫ് സ്റ്റിച്ച്, ബോബിൾ സ്റ്റിച്ച് ആൻഡ് പോപ്കോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ക്രോഷേ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഈ 3 സ്റ്റിച്ചസ് ചെയ്യുന്നതിന് വേണ്ടിയും സെയിം ടൈപ്പ് ഓഫ് യാൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് സെയിം യാൺ ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് 4 mm ക്രോഷേ ഹുക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ സെയിം ടൈപ്പ് ഓഫ് യാണും സെയിം ഹുക്ക് വെച്ച് ചെയ്തിട്ടും സെയിം നമ്പർ ഓഫ് റൗണ്ട്സ് ചെയ്തിട്ടും ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് വിസിബിളി കാണാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് പഫ് സ്റ്റിച്ചാണ്. പഫ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് പാറ്റേൺ ആയിരിക്കും. സോ ഇത് ബേബി കാർഡിഗൻ ഒക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പഫ് സ്റ്റിച്ച് ആയിരിക്കും. പിന്നെ ഇത് ഒരുപാട് വെയിറ്റും വരുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് ബൊബിൾ സ്റ്റിച്ചാണ്. ബൊബിൾ സ്റ്റിച്ചിന് BOB അല്ലെങ്കിൽ BO എന്നൊക്കെ ആയിരിക്കും നമ്മുടെ റിട്ടേൺ പാറ്റേൺസിൽ കിടക്കുന്നത്. ബൊബിൾ സ്റ്റിച്ച് നമ്മൾക്ക് കൂടുതൽ വെയിറ്റ് കൊടുക്കണ്ട, എന്നാൽ ഒരു ബൾജ് ഔട്ട് ചെയ്തിരിക്കുന്ന പാറ്റേൺ വേണം എന്നുണ്ടെങ്കിൽ ബൊബിൾ സ്റ്റിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് മെയിൻലി ബ്ലാങ്കറ്റ്സ്, ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ബൊബിൾ സ്റ്റിച്ച് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റിച്ച് പോപ്കോൺ സ്റ്റിച്ചാണ്. ഓൾറെഡി പഫ് സ്റ്റിച്ച്, ബൊബിൾ സ്റ്റിച്ച് പറഞ്ഞു കഴിഞ്ഞു. പഫ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അൺഫിനിഷ്ഡ് ഹാഫ് ഡബിൾ ക്രോഷേസ് ആണ്. അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് ആണ് ബോബിൾ സ്റ്റിച്ച്. ആൻഡ് പോപ്കോൺ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ബൾജ് ഔട്ട് ഓർ പോപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റിച്ച് പാറ്റേൺ ആണ്. ഇത് നമ്മൾ ഫ്ലവേഴ്സ് ലൈക്ക് ടൂലിപ്പ് ഫ്ലവേഴ്സ്, ജാസ്മിൻ ഫ്ലവർ ഒക്കെ ചെയ്യാനായിട്ട് പോപ്കോൺ സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ റക്സ്, ബാഗ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റിച്ച് പോപ്കോൺ സ്റ്റിച്ചാണ്. ഇനി ഈ ഓരോ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നതാണ്. ഫസ്റ്റ് പഫ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു ഫൗണ്ടേഷൻ ചെയിൻ ഓഫ് 16 ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും പഫ് സ്റ്റിച്ച്, പോപ്കോൺ, ബൊബിൾ ഏത് സ്റ്റിച്ച് ചെയ്താലും ഈവൻ നമ്പർ ആയിരിക്കണം നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ വരേണ്ടത്. സോ അതിനുശേഷം സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്കിൽ നിന്ന് ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ഈ റൗണ്ട് ഞാൻ സിംഗിൾ ക്രോഷേ ആണ് മൊത്തം ചെയ്യുന്നത് എല്ലാ സ്റ്റിച്ചസിലേക്കും. സോ ഇതൊരു ബേസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1 റൗണ്ട് ഓഫ് സിംഗിൾ ക്രോഷേ കൂടി ചെയ്യുന്നത്. ഓക്കെ, സോ എനിക്ക് ഈ റൗണ്ടിൻ്റെ എൻഡിൽ ടോട്ടൽ 15 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓൾവേസ് ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് പോകുക. റൗണ്ട് 2ൻ്റെ എൻഡിൽ എനിക്ക് 15 സിംഗിൾ ക്രോഷേസ് ആണുള്ളത്. റൗണ്ട് 3 ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുന്നു. ആൻഡ് ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഞാനൊരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് ഞാൻ പഫ് സ്റ്റിച്ച് ചെയ്യുന്നത്. പഫ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുന്നു. യാൺ ഓവർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ പുൾ ത്രൂ ചെയ്ത് എടുക്കുന്നു പുറത്തേക്ക്. ഓക്കെ, നമ്മൾ കുറച്ച് ലെന്തിൽ വലിച്ചെടുക്കുന്നു. ഓക്കെ, അതിനുശേഷം എഗെയിൻ യാൺ ഓവർ ആൻഡ് ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദ സ്റ്റിച്ച്, ദെൻ പുൾ ത്രൂ. ഈ യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുന്നു. നേരത്തെ വലിച്ച സെയിം ഹൈറ്റിലേക്ക് തന്നെ വീണ്ടും യാണ് വലിച്ചെടുക്കുന്നു. എഗെയിൻ യാൺ ഓവർ. ഇതെൻ്റെ 3rd ടൈമാണ് ഞാൻ യാൺ ഓവർ ആൻഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദ സ്റ്റിച്ച്, ദെൻ പുൾ ത്രൂ. ഓക്കെ, പുൾ ത്രൂ ചെയ്തെടുക്കുന്നു. അപ്പം 3rd ടൈം ഫിനിഷ് ആയിരിക്കുകയാണ്. 4th ടൈം ചെയ്യുകയാണ്. യാൺ ഓവർ, ഇൻസേർട്ട് ആൻഡ് പുൾ ത്രൂ. ഓക്കെ, ദെൻ 1 more ടൈം, 5 ടൈംസ് ചെയ്യുകയാണ്. ഓക്കെ, യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദ സ്റ്റിച്ച്, പുൾ ത്രൂ. ഓക്കെ, അങ്ങനെ ഞാൻ പുൾ ത്രൂ ചെയ്തെടുത്തിരിക്കുകയാണ്. യൂഷ്വലി പഫ് സ്റ്റിച്ചസ് ചെയ്യുക 5 ടൈംസ് ആയിരിക്കും നമ്മൾ യാൺ ഓവർ ചെയ്ത് ഹുക്ക് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ചില പ്രോജക്ട്സ് 7 ടൈംസ് ആവശ്യപ്പെടും, ചിലത് 3 ടൈംസ് ആയിരിക്കും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. യൂഷ്വലി ഫ്ലവർ ഒക്കെ ചെയ്യാൻ നേരം എല്ലാം നമ്മൾ 5 ടൈംസ് ആണ് ചെയ്യുന്നത്. ഫ്ലവർ, ഹാറ്റിനൊക്കെ, കാർഡിഗൻ, ബേബി പ്രോഡക്ട്സിനൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നൊരു സ്റ്റിച്ചാണ് പഫ് സ്റ്റിച്ച്. ഇനി നമ്മുടെ ഹുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഹുക്കിൽ എനിക്ക് ടോട്ടൽ എത്ര ലൂപ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 ആൻഡ് 11 ലൂപ്സ് ആയിരിക്കും ഞാൻ 5 ടൈംസ് യാൺ ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹുക്കിലുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് യാൺ ഓവർ ചെയ്തതിന് ശേഷം പുൾ ത്രൂ ഓൾ ദ ലൂപ്സ് ഇൻ ദ ഹുക്ക്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ പഫ് സ്റ്റിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫിനിഷിങ്ങിന് ഐദർ നമ്മൾക്ക് ഇവിടേക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഒരു സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഓർ യൂഷ്വലി റൗണ്ട് ടൈപ്പ് ഓഫ് പ്രോജക്ട്സ്, ഹാറ്റ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. ഇനി സ്ക്വയർ പാറ്റേണിലുള്ള പ്രോജക്ട്സ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടേക്കല്ല, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കായിരിക്കും ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ച് കൂടുതൽ പോപ്പ് ഔട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക്
ബൾജ് ചെയ്ത് ഇരിക്കുന്നതാണ്. ഓക്കെ, കൂടുതൽ പോപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. സോ ഞാൻ വൺ മോർ ടൈം എങ്ങനെയാണ് പഫ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ പഫ് സ്റ്റിച്ച് ആയിരിക്കും ചെയ്യുന്നത്, അടുത്ത സിംഗിൾ ക്രോഷയുടെ മുകളിലായിട്ട്. സോ അതിനായിട്ട് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തതിന് ശേഷം ഹുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുന്നു. ഓക്കെ, സോ അത് കുറച്ച് ഹൈറ്റിലേക്ക് വലിക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും യാൺ ഓവർ, ഇങ്ങനെ 5 ടൈംസ് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുക. 1 ടൈം ഫിനിഷ് ആയിരിക്കണം, ഇത് സെക്കൻഡ് ടൈമാണ് എൻ്റെത്. ഓക്കെ, പുൾ ത്രൂ 2 ടൈംസ് ആയിരിക്കുകയാണ്. യാൺ ഓവർ, ദിസ് ഈസ് മൈ തേർഡ് ടൈം. 4 and 5. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ ഹുക്കിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഞാൻ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 11 ലൂപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. യാൺ ഓവർ ചെയ്തതിന് ശേഷം പുൾ ത്രൂ ഓൾ ദ ലൂപ്സ് ഇൻ ദ ഹുക്ക്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. സോ ഇവിടേക്കിത് പഫ് ഔട്ട് ചെയ്ത് ബൾജ് ചെയ്തിട്ട് ഇരിക്കുന്നത് ഈ പാറ്റേൺ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഇത്രയൊരു ബൾജിങ് ഇഫക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, സോ പാറ്റേൺ കൂടുതൽ നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. പിന്നീട് റൗണ്ട് 3 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. റൗണ്ട് 3 ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ടോട്ടൽ 7 പഫ് സ്റ്റിച്ചസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതെല്ലാം പഫ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ പോപ്പപ്പ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഇരിക്കുന്നു. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ആൻഡ് ഓൾവേസ് ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോവുക. ഇനി നെക്സ്റ്റ് റൗണ്ട് 4 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ കാണിച്ചു തരുന്നതാണ്. അതിനായിട്ട് ചെയിൻ 1 ചെയ്തതിന് ശേഷം വർക്ക് ടേൺ ചെയ്യുന്നു. ആൻഡ് ഈ ചെയ്ത സ്റ്റിച്ചസ് സിംഗിൾ ക്രോഷേസിലേക്കെല്ലാം സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്തു പോകുന്നത്. ഈ സ്റ്റിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. ഒരു ചെറിയ സിംഗിൾ ക്രോഷേ, ഒരു വലിയ സിംഗിൾ ക്രോഷേ, അങ്ങനെ ആയിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, സോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എല്ലാ സ്റ്റിച്ചസിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. ആൻഡ് ഓൾവേസ് ഈ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ മാർക്ക് ചെയ്ത് പോവുക. ഇവിടേക്കായിരിക്കും നമ്മൾ പഫ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ സ്റ്റിച്ച് കൗണ്ടും എപ്പോഴും കൗണ്ട് ചെയ്ത് പോവുക. എനിക്കിവിടെ 15 ആയിരിക്കും ടോട്ടൽ കിട്ടുന്നത്. സോ നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു റൗണ്ട് ഓഫ് സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് റൗണ്ട് ഓഫ് പഫ് സ്റ്റിച്ചസ്. ബിക്കോസ് നമ്മുടെ പഫ് സ്റ്റിച്ചസ് എല്ലാം ഒരു സൈഡിലേക്കായിരിക്കും പോപ്പ് ഔട്ട് അല്ലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓൾട്ടർനേറ്റ് ചെയ്തായിരിക്കും റൗണ്ട്സ് ചെയ്യുന്നത്. ഓക്കെ, റൗണ്ട് 4ൻ്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് റൗണ്ട് 5 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ ജസ്റ്റ് കാണിച്ചിരുന്നതാണ്. സോ റൗണ്ട് 5ൽ നമ്മൾ അഗെയിൻ പഫ് സ്റ്റിച്ചസ് ആയിരിക്കും ചെയ്യുക. അത് ചെയ്യുന്നതിനായിട്ട് ചെയിൻ 1 ചെയ്തതിന് ശേഷം വർക്ക് ടേൺ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ഇതെപ്പോഴും സ്റ്റിച്ച് മാർക്കർ വെച്ച് ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് പോവുക. അതിനുശേഷം പഫ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക് ആൻഡ് പുൾ ത്രൂ. ഈ പ്രോസസ്സ് നമ്മൾ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അറ്റ് ദ എൻഡ് ഹുക്കിൽ 11 ലൂപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് പുൾ ത്രൂ ഓൾ ദ ലൂപ്സ്. അങ്ങനെയായിരിക്കും നമ്മൾ പഫ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ വർക്ക് എത്രയാണോ ഡിമാൻഡ്, നമ്മുടെ പ്രോജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് 3 പാറ്റേൺ ആണോ 5 ആണോ 7 ആണോ അത് പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിനനുസരിച്ചിട്ട് സെയിം പ്രോസസ്സ് യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക് ആൻഡ് പുൾ ത്രൂ, ഈ പ്രോസസ്സിലായിരിക്കും ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഫൈനലി പുൾ ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദ ലൂപ്സ് ഇൻ ദ ഹുക്ക്. ആൻഡ് ഐദർ എബോവ് ചെയിൻ ചെയ്യാവുന്നതാണ് ഓർ ടു ദ നെക്സ്റ്റ് സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അതും പ്രൊജക്റ്റ് എങ്ങനെയാണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സോ ദ പ്രോസസ് ഈസ് സെയിം. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ സ്റ്റിച്ചസിലേക്കും ചെയ്ത് പോവുക. സോ എല്ലാവർക്കും പഫ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബോബിൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് സെയിം ആസ് പഫ് സ്റ്റിച്ച് ഞാനൊരു ഫൗണ്ടേഷൻ ചെയിൻ ഈവൻ നമ്പർ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്കിൽ സിംഗിൾ ക്രോഷേ ചെയ്ത് വന്നിരിക്കുന്നു. സോ എനിക്കിവിടെ ഒരു ഓഡ് നമ്പർ ഓഫ് സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എനിക്കിവിടെ 15 സിംഗിൾ ക്രോഷേസ് ആണുള്ളത്. എൻ്റെ ഫൗണ്ടേഷൻ ചെയിൻ 16 ആയിരുന്നു. സോ 15 സിംഗിൾ ക്രോഷേസ് ആണുള്ളത്. അതിനുശേഷം റൗണ്ട് 3 ചെയ്യുന്നതിനായിട്ട് ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ആൻഡ് ടു ദ നെക്സ്റ്റ് സ്റ്റിച്ച് നമ്മൾ ബോബിൾ സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. ബോബിൾ സ്റ്റിച്ചസ് മീൻസ് അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ ഈ സ്റ്റിച്ചിന് BOB അല്ലെങ്കിൽ BO എന്നൊക്കെ ആയിരിക്കും റിട്ടേൺ പാറ്റേൺസിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. 3DC BOB എന്ന് വെച്ചാൽ 3 ഡബിൾ ക്രോഷേ അൺഫിനിഷ്ഡ് ചെയ്തിട്ടുള്ള ബബിൾ സ്റ്റിച്ച് ആയിരിക്കും. 5DC BOB എന്ന് പറഞ്ഞാൽ 5 ഡബിൾ ക്രോഷേസ് അൺഫിനിഷ്ഡ് ചെയ്തിട്ടുള്ള ബബിൾ ആയിരിക്കും. നമ്മൾ യൂഷ്വലി ചെയ്യാറ് 5 ഡബിൾ ക്രോഷേ അൺഫിനിഷ്ഡ് ആയിട്ട് ചെയ്തിട്ട്
ബബിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സോ അത് ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുന്നു. യാൺ ഓവർ ചെയ്ത് ഹുക്കിൽ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുന്നു. ആൻഡ് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഫസ്റ്റ് 2 ലൂപ്സ്. നമ്മൾ നെക്സ്റ്റ് 2 ലൂപ്സിലേക്ക് പുൾ ത്രൂ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഡബിൾ ക്രോഷേ ഫിനിഷ്ഡ് ആകും. ഇവിടെ അൺഫിനിഷ്ഡ് ആണ് ചെയ്യുന്നത്. സോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ദെൻ അഗെയിൻ യാൺ ഓവർ, ഗോ ടു ദ സെയിം സ്റ്റിച്ച്, എന്നിട്ട് യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുന്നു. ദെൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ ഫസ്റ്റ് 2 ലൂപ്സ്. സോ ഇപ്പോൾ നമ്മുടെ 2 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് ചെയ്തിരിക്കുകയാണ്. ഇതേ പാറ്റേണിൽ 3 മോർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ടോട്ടൽ 5 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് ആണ് നമ്മൾ ബബിൾ സ്റ്റിച്ചിന് ചെയ്യുന്നത്. അതാണ് റെഗുലർ പാറ്റേൺ. ഓക്കെ, സോ 4 ടൈംസ് ചെയ്തിരിക്കുന്നു. 1 മോർ ടൈം, 5 ടൈംസ്. സോ ഞാനിവിടെ 5 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഹുക്കിൽ ഇപ്പോൾ ടോട്ടൽ 6 ലൂപ്സ് ആണുള്ളത്. അതിനുശേഷം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദ ലൂപ്സ് ഇൻ ദി ഹുക്ക്. ഓക്കെ, ദെൻ ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് ആസ് ദ പ്രോജക്റ്റ് ഡിമാൻഡ്സ്, റൗണ്ട് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മളൊരു ചെയിൻ ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ചെയിൻ 1 ഓർ ചെയിൻ 2, അത് പ്രൊജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട്. സ്ക്വയർ പാറ്റേൺ അല്ലെങ്കിൽ കാർഡിഗന്, ബാഗ്സ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ യൂഷ്വലി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കായിരിക്കും പോയിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഈ ബബിൾസ് കൂടുതൽ മുന്നിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് കൂടുതൽ ഒരു ബൾജ് ഔട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുമ്പം കിട്ടുന്നതാണ്. ഓക്കെ, 1 മോർ ടൈം ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് 5 ടൈംസ് ചെയ്യുക. അതിനായിട്ട് യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദി നെക്സ്റ്റ് സ്റ്റിച്ച്. Okay, yarn over and pull through only first 2 loops. Yarn over again, inside the hook, pull through, then yarn over and pull through the first 2 loops only. ഇങ്ങനെ 5 ടൈംസ് ചെയ്യേണ്ടതാണ്. സോ 2 ടൈംസ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് മൈ തേർഡ് അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേ. 4 and 1 more time, 5. Okay, അതിനുശേഷം yarn over and pull through all the loops in the hook. Okay, either you can do a chain here or single crochet to the next stitch to have a better finish. ഓക്കെ, ഈ രീതിയിലാണ് ബബിൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആൻഡ് റൗണ്ട് 4, 5 എല്ലാം സെയിം ആസ് പഫ് സ്റ്റിച്ച് തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് മെത്തേഡ് ഓഫ് ഡൂയിങ്. ബബിൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അല്ലാതെ യൂഷ്വൽ പാറ്റേൺ സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടതെല്ലാം സെയിം ആണ്. നെക്സ്റ്റ് നമ്മൾ റൗണ്ട് ഓഫ് സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ചെയ്യുക. കാരണം നമ്മുടെ സ്റ്റിച്ച് എല്ലാം ഒരേ സൈഡിലേക്കായിരിക്കണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് 1 റൗണ്ട് ഓഫ് സിംഗിൾ ക്രോഷേ, ദെൻ അനദർ റൗണ്ട് ഓഫ് ബബിൾ സ്റ്റിച്ച്, അങ്ങനെയായിരിക്കും ഇവിടെയും പാറ്റേൺ പോകുന്നത്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. പോപ്കോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഈവൻ നമ്പർ ഓഫ് ഫൗണ്ടേഷൻ ചെയിനാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്ക് സിംഗിൾ ക്രോഷേ ചെയ്തിരിക്കുന്നു. അങ്ങനെ എനിക്ക് ഓഡ് നമ്പർ ഓഫ് സിംഗിൾ ക്രോഷേസ് ആണുള്ളത്. എൻ്റെ ഫൗണ്ടേഷൻ ചെയിൻ 16 ആയിരുന്നു. ഇപ്പോൾ സിംഗിൾ ക്രോഷേ 15 ആണ് റൗണ്ട് 2ൽ ഉള്ളത്. സോ റൗണ്ട് 3 ചെയ്യുന്നതിനായിട്ട് ചെയിൻ 1 ചെയ്യുന്നു. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ഈ സ്റ്റിച്ച് എപ്പോഴും മാർക്ക് ചെയ്ത് പോവുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്യുന്നത് പോപ്കോൺ സ്റ്റിച്ചാണ്. പോപ്കോൺ സ്റ്റിച്ചിന് PC, POP എന്നൊക്കെ ആയിരിക്കും റിട്ടേൺ ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടായിരിക്കാം. ഈ പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നത് ഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് വെച്ചിട്ടാണ്. അത് 5 ഡബിൾ ക്രോഷയാണ് നോർമൽ പാറ്റേൺ. ചിലപ്പോൾ പ്രോജക്റ്റ് പറയുന്നത് 3 ഡബിൾ ക്രോഷേസിലായിരിക്കാം, 6 ഡബിൾ ക്രോഷേസിലായിരിക്കാം, 7 ഡബിൾ ക്രോഷേസിലായിരിക്കാം. സോ ഇതെല്ലാം പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നോർമൽ പാറ്റേൺ എന്ന് പറയുന്നത് 5 ഡബിൾ ക്രോഷേ ചെയ്തുള്ള പോപ്കോൺ സ്റ്റിച്ചാണ്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. സോ പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ 5 ഡബിൾ ക്രോഷേസ് ടുഗദർ ചെയ്യുക. 1 2 3 4 and 5.
5 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയിൽ നിന്ന് ഈ ഹുക്ക് ഇങ്ങ് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഹുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷയിലേക്ക് കയറ്റിയാണ് പോപ്കോൺ സ്റ്റിച്ച് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷയിൽ ഈ ഡയറക്ഷന് കയറ്റണോ അതോ ഓപ്പോസിറ്റ് ഡയറക്ഷന് കയറ്റണോ എന്നുള്ളത് നമുക്ക് ഏത് സൈഡിലേക്കാണ് പോപ്കോൺ സ്റ്റിച്ച് ബൾജ് ചെയ്തിരിക്കേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. സപ്പോസ് നമ്മൾക്ക് ഈ ഡയറക്ഷനിലാണ് ബൾജ് ചെയ്തിരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏത് ഡയറക്ഷനിലോട്ടാണോ ബൾജ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിൽ നിന്ന് വേണം ഹുക്ക് അകത്തേക്ക് കയറ്റാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബബിൾ സ്റ്റിച്ച് ചെയ്തതും പഫ് സ്റ്റിച്ച് ചെയ്തതും എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ബൾജ് ഔട്ട് ചെയ്തിരുന്നത്. സോ അതേ പാറ്റേൺ ചെയ്യാനായിട്ട് ഞാൻ ബാക്ക് സൈഡിൽ നിന്നാണ് ഹുക്ക് കയറ്റുന്നത്. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. അതിനുശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷയിലേക്ക് ഹുക്ക് കയറ്റിയതിന് ശേഷം ഈ ലാസ്റ്റ് ലൂപ്പും സെയിം ഹുക്കിൽ കയറ്റുക. ഇപ്പോൾ എൻ്റെ ഹുക്കിൽ 2 ലൂപ്പാണുള്ളത്. അതിനുശേഷം ഈ ഫസ്റ്റ് ലൂപ്പ് ലാസ്റ്റ് ലൂപ്പിലൂടെ ഇറക്കുക. നമ്മുടെ പോപ്കോൺ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റ് പറയുന്ന പോലെയാണ് വർക്ക് ചെയ്യേണ്ടത്. പ്രോജക്റ്റ് ചിലപ്പം ചെയിൻ 2 ചെയിൻ 3 ഒക്കെ ആയിരിക്കും പറയുന്നത്, അതിനനുസരിച്ച് ചെയ്യുക. ഇവിടെ ഞാൻ സ്ക്വയർ പാറ്റേണിന് മറ്റ് പാറ്റേൺസ് ചെയ്തതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്താണ് മുൻപോട്ട് പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് കൂടുതലൊന്ന് ബൾജ് ഔട്ട് ചെയ്ത് ഇരിക്കുന്നതാണ്. ഓക്കെ, വൺസ് മോർ ഞാനിത് കാണിച്ചു തരുന്നതാണ്. നെക്സ്റ്റ് അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ പോപ്കോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിനായിട്ട് 5 ഡബിൾ ക്രോഷേസ് ചെയ്യുക സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ. ടു 3 4 and 5. സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ 5 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഈ ലൂപ്പ് കുറച്ചൊന്ന് വലിച്ചതിന് ശേഷം എടുക്കുക. ഓക്കെ, അതർവൈസ് ആ ലൂപ്പ് മിസ്സാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷേ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് പോകാവുന്നതാണ്. 2-3 വട്ടം ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് ക്ലിയറായിട്ട് മനസ്സിലാവുന്നതാണ് വിത്തൗട്ട് എ മാർക്കർ. ഓക്കെ, അതിനുശേഷം നമുക്ക് ബൾജ് ഔട്ട് ചെയ്തിരിക്കേണ്ടത് ഈ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഹുക്ക് ഉള്ളിലേക്ക് കയറ്റുന്നു ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ. അതിനുശേഷം ലാസ്റ്റ് ലൂപ്പും ഹുക്കിൽ കയറ്റുന്നു, ലാസ്റ്റ് ലൂപ്പ് ഫസ്റ്റ് ലൂപ്പിലൂടെ ഇറക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോപ്കോൺ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് പോയി സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. എല്ലാവർക്കും പോപ്കോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഈ സ്റ്റിച്ചസിനെ കുറിച്ചിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.